അവൻ അവളുടെ ആദരങ്ങൾ തൻ്റേതാൽ കോർത്തു. അവളുടെ വായിൽ ലഹരിയോടൊപ്പം ജീവിതത്തിലെ ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ ആയിരുന്നു രുദ്രൻ. അവളിൽ നിന്നും കുറുകലുകൾ ഉയർന്നു. അവൻ്റെ ആവേശം കൂടും വിധം ചുംബനം വന്യമായി ഇരുവരും സ്വയം മറന്നു. അവൻ അവളുടെ ആദരങ്ങൾ മുഴുവനായി വായിലേക്ക് നുണയുമ്പോൾ നാവുകൾ കൊണ്ട് അവയെ തഴുകി. അവൻ പതിയെ അവളിൽ നിന്നും ചുണ്ടുകൾ വേർപെടുത്തി. അപ്പോഴും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചിരിക്കുന്നു. പതിയെ അവളിൽ നിന്നും ആദരങ്ങൾ മാറ്റുമ്പോൾ ഞങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. എന്തോ ആ നിമിഷം അവളുടെ മുഖമാകെ ചുമന്നു തൊടുത്ത് നാണം കൊണ്ട് അവൾ പൂത്ത പോലെ. വൈദ്യു, സോറി, ഞാൻ അറിയാതെ. അവളെ നോക്കാൻ എന്തോ ഒരു മടി തോന്നി. ഞാൻ ആ തിരകളെ നോക്കി പറഞ്ഞു. എന്തിനാ രുദ്രേട്ടാ? അവൾ ഒരു ചിരിയോടെ ചോദിച്ചു. പോണ്ടേ നിനക്ക്? പോണം. എന്നാ ഈ നേരത്ത് കേറ്റുവോ? അതൊക്കെ ശരിയാക്കാം. മോള് വാ. ചെറുതായി ആടുന്ന അവളെ താങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ അവളെ ബൈക്കിൽ കയറ്റി. പാവം പെണ്ണ് എന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു. ഞാൻ ഒരു ചിരിയോടെ വണ്ടിയെടുത്തു. 15 മിനിറ്റോടെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. അവൾ എൻ്റെ തോളിൽ തലവെച്ച് ഇരിക്കുകയാണ്. വല്ലാത്ത ഒരു വാത്സല്യം തോന്നി അവളോട്. എൻ്റെ വയറിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നിൽ നിന്നും അടർത്തി മാറ്റാൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവളെ വിളിച്ചു. വൈദു, ഡി പെണ്ണേ, എണീക്ക്, ഹോസ്റ്റലെത്തി. ഞാൻ വിളിച്ചിട്ടും അവൾക്ക് ഒരു കുലുക്കവുമില്ല. വൈദു, ഞാൻ ഒന്നുകൂടെ വിളിച്ചതും പെണ്ണ് എളിച്ചു കാണിക്കുന്നുണ്ട്. ആഹാ, അഭിനയിക്കുകയായിരുന്നല്ലേ? സമ്മതിച്ചു നിന്നെ. വാ, ഹോസ്റ്റലിൽ കയറാൻ നോക്ക്. ചെല്ല്. വേണ്ട രുദ്രേട്ടാ, എനിക്ക് ഹോസ്റ്റൽ കയറണ്ട പ്ലീസ്, അവൾ ചിരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തന്നെ സമയം എത്രയായെന്ന് വിചാരിച്ചേ? ഇനിയും കയറിയില്ലെങ്കിൽ ശരിയാവില്ല. ചെല്ല്, നമുക്ക് നാളെ പോവാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ പെണ്ണ് ചെല്ല്. ഞാൻ പറയുന്നുണ്ടെങ്കിലും അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നോക്ക് ഇങ്ങോട്ട്. ദേ പെണ്ണേ, ഇങ്ങോട്ട് നോക്കെന്ന്. ഓ, വാശിയാണോ? എന്നാ നീ എന്തെങ്കിലും ചെയ്യ്. ഞാൻ പോവാ. എത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊരു പ്രതികരണം കാണാത്തോണ്ട് ഞാൻ അതും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ബൈ, അതും പറഞ്ഞ് ഞാൻ പോയി. അപ്പോഴും അവൾ മൈൻഡ് ചെയ്യാത്തത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നു. പാവം കലിപ്പൻ പിണങ്ങി എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നാൽ ഇതൊക്കെ വൈച്ചുവിൻ്റെ ആക്ടിങ് അല്ലേ? ചെക്കൻ റൊമാൻറ്റിക് മൂരാച്ചിയാണെന്ന് പറഞ്ഞ എനിക്ക് തെറ്റി. ആ കലിപ്പൻ ശരിക്കും ബാലൻ കെ നായർ ആവാവോ? പിന്നെ ചെക്കൻ്റെ സ്നേഹം കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും ഗൈസ്. അതാ ചെറുതായി അടി ഉണ്ടാക്കിയേ. പിന്നെ നാളെ സൺഡേ അല്ലേ? അടിയൊക്കെ നാളെ തീർക്കാം. ഞാൻ ചെല്ലുമ്പോൾ വാച്ച്മാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ അകത്ത് കയറി. റൂം തുറന്നപ്പോൾ തന്നെ മൂന്നും പുതച്ചു മൂടി കിടക്കുന്നുണ്ട്. പിന്നെ ഞാനും അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി ഗെയ്സ്. രാവിലെ തന്നെ ഫോൺ റിങ് കേട്ടാണ് എണീറ്റത്. കണ്ണുകൾ തുറക്കാതെ തന്നെ ചെവിയോട് അടുപ്പിച്ചുകൊണ്ട് ഹലോ പറഞ്ഞു. മോളെ വൈച്ചു. അപ്പയുടെ വിളി കേട്ടതും ഒരു ചിരിയോടെ ഫോണിലേക്ക് നോക്കി. അപ്പൂസ് എന്ന് കണ്ടതും ചിരിയോടെ തന്നെ സംസാരിച്ചു തുടങ്ങി. അപ്പ, എന്താ ഇത്ര രാവിലെ? ഇത് ചോദിച്ചത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ ഫുൾ ചീത്തയായിരുന്നു. വേറെ ആരുമില്ലേ ഗെയ്സ്? നമ്മുടെ പോരാളി തന്നെ. ഇത്രയും രാവിലെയോ? നേരം എത്രയായി? വല്ല വിചാരമുണ്ടോ? അങ്ങനെ തുടങ്ങി പറയാത്തതൊന്നുമില്ല. അയ്യോ, ഒന്ന് നിർത്ത്. ഞാൻ എണീറ്റു കുളിച്ച് അറിയോ? ഞാൻ അങ്ങ് തള്ളി മറിച്ചു. ഡി കള്ള കാന്താരി, എണീറ്റേ. നുണ പറയാതെ. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്തോ എൻ്റെ തലയിൽ കരപർഷം അറിഞ്ഞതും ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. മുന്നിൽ അമ്മയെ കണ്ടതും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ ഇറാൻ അണിഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ, എന്താ പറഞ്ഞിരുന്നേ? അപ്പ എവിടെ? എങ്ങനെയാ വന്നേ? സന്തോഷം കൊണ്ട് എന്താ ചോദിക്കേണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനും അമ്മയും സംസാരിക്കുമ്പോഴായിരുന്നു അപ്പയും അച്ചവും പാറുവും ആവോസും വന്നത്. ഞാൻ അപ്പയെ കണ്ടതും പോയി കെട്ടിപ്പിടിച്ച് അപ്പയും എന്നെ ചേർത്ത് പിടിച്ചു. എന്താ, വരുന്ന കാര്യം പറയാഞ്ഞേ? ഞങ്ങൾ വരില്ലായിരുന്നോ? ഞാൻ ഇത്തിരി വിഷമത്തോടെ. ഞങ്ങൾ ഇങ്ങ് വന്നില്ലേ? എൻ്റെ കാന്താരി ആകെ ക്ഷീണിച്ചല്ലോ. എൻ്റെ കുട്ടിക്ക് ഇവിടെ ആരും ഒന്നും തരുന്നില്ലേ?
എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും എൻ്റെ കണ്ണുകൾ താരതാരമായി ഒഴുകി. എന്താണെന്നറിയില്ല, അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫീലാവും. എന്തിനാ അപ്പയുടെ മോൾ കരയുന്നേ? ഏയ് ഒന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ആ, ഞങ്ങൾ കഴിച്ചു. എന്നാ മോള് പോയി പല്ല് തേച്ച് കുളിക്ക്. ചെല്ല്, അമ്മ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തേ. എന്നാൽ ഞാൻ പോയി വേഗം റെഡിയായി വരാം. എന്നിട്ട് നമുക്ക് ബീച്ചിൽ പാർക്കിലും എല്ലാം പോവാം. അന്നത്തെ ദിവസം ഫുൾ കളറിലായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പാർക്കിലേക്കും ബീച്ചിലേക്കും എല്ലായിടത്തേക്കും പോയി. രുദ്രേട്ടൻ വിളിച്ചെങ്കിലും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ വേഗം MR കലിപ്പൻ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് കൂടെ അപ്പയുടെയും അമ്മയുടെയും ഒരു പിക്കും. ആ ഫോട്ടോ കണ്ടതും രുദ്രൻ എപ്പോഴാ വന്നേ ഒക്കെ ചോദിച്ചു. പിന്നെ ഞാൻ അപ്പയുടെ അമ്മയുടെ കാലിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് ആശീർവാദം വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വട്ടാണോ എന്ന് ചോദിക്കിട്ട് ഞാൻ വീണ്ടും അപ്പയും ഞാനും അമ്മയും ഉള്ള ഒരു നോട്ടി പിക്ക് അയച്ചു കൊടുത്തു. അവൾ അയക്കുന്ന ഓരോ പിക്ക് കാണുമ്പോഴും എൻ്റെ മനസ്സും മുഖവും ഒരുപോലെ തെളിഞ്ഞു. എൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് ഞാൻ അവളെ ഒന്ന് പേടിപ്പിക്കാൻ വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ തന്നെ അവൾ കോൾ എടുത്തു. ഞാൻ അത് ഓർക്കണമായിരുന്നു. അത് വൈദേഹി വെങ്കിടേഷ് ആണെന്ന്. അവൾ കോൾ എടുത്തു. അപ്പോൾ തന്നെ അപ്പയും അമ്മയും എൻ്റെ മുന്നിൽ കാണിച്ചു. വൈദ്യുവിനോട് അച്ചുവിനോടും ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറയുകയാണ് അവർ. അപ്പയെ ശരിക്കും ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നി. അവരെ കാണുമ്പോൾ എന്തോ പോലെ തോന്നി. അവരുടെ കണ്ണിൽ മക്കളോടുള്ള സ്നേഹം മാത്രമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കി. അപ്പം തന്നെ വൈദ്യുവിൻ്റെ മെസ്സേജ്. എന്താ പറ്റിയേ എന്ന് ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവൾ മെസ്സേജ്. മോനെ, നിൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും എവിടെ എന്ന് ചോദിച്ചിട്ട്. എന്തോ അവൾക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നിയില്ല. അവൾ എങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക. ഞാൻ നെറ്റ് ഓഫാക്കി ജോണിനെ വിളിച്ചു. ഇത് എന്താ പറ്റിയേ? ഒന്നും റിപ്ലൈ ഇല്ല. ഇപ്പോൾ നെറ്റും ഓഫ്. എന്തെങ്കിലും സീനായി കാണുമോ? ഇനി എൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥതയായി. എന്നാലും ഞാൻ അപ്പൻ്റെ അമ്മയുടെയും മുന്നിൽ ഒന്നും കാണിച്ചില്ല. പിന്നെ അമ്മയും അപ്പയും ട്രെയിൻ കയറ്റാൻ പോയി. വരണ്ടെന്ന് കുറേ പറഞ്ഞെങ്കിലും ഞാൻ പോയി. നന്നായി പഠിച്ചോളൂ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കണം. പിന്നെ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചോളൂ. എന്നാൽ ഇനി കാണാം. അവസാന വാചകം പറയുമ്പോൾ അമ്മയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. വേഗം വരാം അമ്മ. എന്നാ ശരി, എത്തിയിട്ട് വിളിക്കാം. നിങ്ങളും പോവാൻ നോക്കിക്കോ. അപ്പ പറഞ്ഞതും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. എന്തോ മനസ്സ് പിടയും പോലെ. ഒന്നാമത് രുദ്രേട്ടൻ്റെ പിണങ്ങിയ പോയതാണെന്നോ എന്താ പറ്റിയെന്നോ ഒന്നും അറിയില്ല. എന്തായാലും പിണങ്ങിപ്പോയതാവില്ല. പിന്നെ എന്താവും? അപ്പോൾ തന്നെ ഇച്ചായൻ മെസ്സേജ് അയച്ചു. എവിടെയാ എന്ന് ചോദിച്ചു. പിന്നെ അച്ചുവിന് ഫുൾ ടൈം മെസ്സേജ് അയക്കുന്നത് കൊണ്ട് ആൾ ഫുൾ ടൈം ഓൺലൈനിലാണ്. അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടി. പിന്നെ ഇച്ചായൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആൾ നിർത്തി തന്നു. പാറു ക്യാഷ് കൊടുത്തു. തിരിഞ്ഞ് അപ്പോഴാ ഞങ്ങൾ വീട് കണ്ണോടിക്കുന്നത്. ഒരു ഓടിട്ട 4 കെട്ട് വീടാണ്. ഇച്ചായൻ പറഞ്ഞത് രുദ്രേട്ടൻ്റെ മുത്തശ്ശൻ്റെ വീടാണെന്നാ. മുത്തശ്ശിയായി പിരിഞ്ഞ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീടാ. എന്തായാലും കൊള്ളാം. ഞങ്ങൾ എല്ലായിടത്തും കണ്ണോടിച്ചു. പിന്നെ അകത്തേക്ക് പതുക്കെ കയറാൻ നോക്കി. അപ്പോഴാണ് വാതിൽ അടച്ചിരിക്കുന്നത് കണ്ടത്. ശ്ശാ, ഇത് എങ്ങനെ തുറക്കാനാ പാറു? അത് ശരിയാണല്ലോ. എപ്പടി ഓപ്പൺ പാണുവേ? ഞാൻ തലക്ക് കൈവച്ച് പറഞ്ഞു. എടി മണ്ടി, ഇത് പൂട്ടിയിട്ടില്ല. എൻ്റെയും പാറുവിൻ്റെയും തലക്ക് ഒരു കേക്ക് തന്നുകൊണ്ട് അച്ചു വാതിൽ തള്ളി തുറന്നു. ആഹാ, ഞങ്ങൾക്കറിയോ പൂട്ടിയിട്ടില്ലെന്ന്. എന്തായാലും തുറന്നില്ലല്ലോ. വാ. ഞങ്ങൾ വീണ്ടും പതുക്കെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ചുറ്റും നോക്കി. നിശബ്ദമായ സ്ഥലം. ഞങ്ങളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം മാത്രം അവിടെ പ്രതിധ്വനിച്ചു. എടി വൈച്ചു, എവിടേക്ക് തന്നെയാണോ വരാൻ പറഞ്ഞേ? എന്തോ എനിക്ക് പേടി തോന്നുന്നു. ആവൂസാണ്. എന്തിന്? ഇവിടേക്ക്
തന്നെയാ വരാൻ പറഞ്ഞേ? നീ എന്തിനാ പേടിക്കുന്നേ? ഞങ്ങളില്ലേ? അതും പറഞ്ഞ് ആവൂസിൻ്റെ കൈ പിടിച്ച് നടന്നു. ഓരോ റൂമും കഴിയുമ്പോഴും അവളുടെ ഇരുട്ട് നിറഞ്ഞു. എൻ്റെ ഹൃദയം പതിമടങ്ങ് ഇടിച്ചു. സത്യത്തിൽ പേടി കാരണം തിരിച്ചു പോയാലോ എന്ന് ചിന്തിച്ചു. എന്തോ ഇരുട്ട് കൂടിയതും ഞങ്ങൾ ഫോൺ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി. വൈച്ചു, ഇച്ചായൻ പറ്റിച്ചതാ എന്ന് തോന്നുന്നു. ഇവിടെ അങ്ങും ആരുമില്ല. പിന്നെ എൻ്റെ ഇച്ചൻ അങ്ങനെ പറ്റിക്കൊന്നുമില്ല. വാ, ഇനി ഉണ്ടല്ലോ, ബാക്കി കൂടെ നോക്കാം. പാറു പറഞ്ഞതും അതിൻ്റെ ഇടയിൽ അച്ചു ഇച്ചായൻ സൈഡായി. വാ വാ, നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ. ഞാൻ പറഞ്ഞു തീരുന്നതും വലിയൊരു ശബ്ദത്തോടെ ഞങ്ങളുടെ നേരെ എന്തോ വന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ അലറിക്കൊണ്ട് ഓടി. ഗൈസ്, എവിടേക്കോ ഓടുന്നതെന്ന് അറിയാതെ ഞങ്ങൾ 4 ഭാഗം ഓടി. പെട്ടെന്ന് എന്തിലോ തട്ടിയതും ഞാൻ പേടിച്ചുകൊണ്ട് തിരിഞ്ഞു ഓടാൻ നിന്നതും എൻ്റെ കൈകൾ വലിച്ചുകൊണ്ട് അയാളുടെ ദേഹത്തേക്ക് അടുപ്പിച്ചു. ആ നെഞ്ചിൽ തട്ടി നിന്നതും ഞാൻ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് തോന്നി. രുദ്രേട്ടാ, അവിടെ എനിക്ക് വാ, പോവാം. രുദ്രേട്ടനെ ഇറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പിറുപിറുത്തു. എടി മന്നബുദ്ധി, നിനക്കൊന്നും തീരെ ബോധമില്ലേ? അത് ജോണും ശിവയും കിച്ചനുമൊക്കെ നിങ്ങളെ പേടിപ്പിച്ചതാ. ആയേ വൈജു, നീ ഇത്രയുള്ളൂ? ഓ പിന്നെ, ഞാൻ അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. രുദ്രൻ കളിയാക്കിയതും ഞാൻ പുച്ഛത്തോടെ പറഞ്ഞ്. പെട്ടെന്ന് എല്ലായിടത്തും വെളിച്ചം വന്നു. ഞാൻ ചുറ്റും അതിശയത്തോടെ നോക്കി. പഴയ വീട് ആണെങ്കിലും നല്ല വൃത്തിയുണ്ടായിരുന്നു. ഒട്ടുമില്ല. അല്ല, നീ എന്താ ഇവിടെ? അത് നിങ്ങളല്ലേ പെട്ടെന്ന് ഓൺലൈനിൽ പോയി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. അപ്പോൾ ഞാൻ കരുതി എന്താവോ എന്ന്. പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതാ ഞാൻ. രുദ്രേട്ടാ, മിസ് യു, അവൾ എന്നെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു. എന്തോ അവളുടെ ഒത്തിരി വാത്സല്യം തോന്നി എനിക്ക്. ഞാൻ അവളുടെ തലയിൽ പതിയെ തലോടി. എന്തിനാ പെട്ടെന്ന് കട്ടാക്കിയേ? ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം തന്നെ. അത് ഞാൻ ജോണിനെ കാണാൻ എന്തോ സത്യം പറയാൻ തോന്നിയില്ല. രുദ്രേട്ടാ, കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എൻ്റെ അപ്പ, അമ്മ, ബാവ, എനിക്ക് അവർ എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും ജീവനാ എൻ്റെ രുദ്രേട്ടനും കേട്ടോ. അവൾ കൂടുതൽ എന്നെ ഇറുകെ പുണർന്നു. ആ നിമിഷം എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വണ്ടി പേടിച്ചു ഓടിയേക്കുന്നു. നീയൊക്കെ ആയേ? നീ പോടാ. കിച്ചൻ പറഞ്ഞത് കേട്ട് ആവൂസ് അവനെ കൂർപ്പിച്ചു നോക്കി. എന്നാലും എൻ്റെ ആവൂസേ, മതി, ആർക്കായാലും ഒരു അബദ്ധം പറ്റും. അതും പറഞ്ഞ് പോവാൻ നിന്നതും കിച്ചൻ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. വിട് എന്നെ, ഇല്ലെങ്കിലോ? പോടാ ആവൂസേ. അവൻ്റെ ശ്വാസം അവളുടെ തോളിൽ സ്പർശിച്ചതും അവൾ ഒരു കുറുങ്ങളോടെ അവൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ ഒരു ഞരക്കത്തോടെ അവനിലേക്ക് ഒതുങ്ങി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടി. അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അച്ചു, ഈ നിമിഷം നിന്നെ അറിയാൻ എനിക്ക് കൊതിയാവുന്നു പെണ്ണേ. അത്രയും നിന്നിൽ ഞാൻ അടിമപ്പെട്ടു പോയി. ഐ ലവ് യു അച്ചു. അവളുടെ മുഖം കൈ കുമ്പിൽ എടുത്തുകൊണ്ട് അവളുടെ മുഖം മാകെ ചുംബനം കൊണ്ട് മൂടി. അതിൻ്റെ ഇണയെ കണ്ടെത്തി പോലെ അവൻ അവളുടെ ആദരങ്ങൾ നുണയാൻ തുടങ്ങി. മേൽചുണ്ട് തുടങ്ങി നാവിൽ നിന്നും തേൻ നുകർന്ന് കീഴ്ചുണ്ട് പതിയെ നുണഞ്ഞെടുത്തു. അവൻ്റെ ചുംബനത്തിൽ അവൾ തളർന്നു പോയിരുന്നു. ശിവേട്ടാ, അമ്മ ഇന്നലെ വിളിച്ചിരുന്നു. എന്തോ വീട്ടിൽ മാമൻ വന്നു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പേടിയാവാ എനിക്ക്. എന്തിന്? ഞാനില്ലേ നിൻ്റെ കൂടെ? അതോർത്ത് എൻ്റെ പെണ്ണ് ടെൻഷൻ അടിക്കണ്ട. അമ്മയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഓക്കെ? എന്നാലും എന്നാലുമില്ല. നമ്മൾ ശരിയാക്കുമെന്നേ. വന്നേ, ഹാളിൽ പോവാം. അല്ല, നിങ്ങൾ എങ്ങനെയാ ഇവിടെ എത്തിയേ? വൈച്ചു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഇച്ചായൻ ഞങ്ങളെ വിളിച്ചു. പിന്നെ ഞാൻ കിച്ചനെയും ചുമ്മാ നിങ്ങളെ പേടിപ്പിച്ച നിങ്ങൾ മണ്ടികൾ. ഡാ പട്ടി, പറ്റിച്ചതാലേ. നിന്നെ ഞാൻ ഇന്ന് മക്രി തലയാ. കിച്ചനെ ഇട്ട് ഓടിപ്പിക്കാണ് വൈച്ചു. കൂടെ ആവൂസും അച്ചുവും ഉണ്ട്. ഇവള് സെറ്റായപ്പോൾ
തൊട്ട് നിനക്ക് ഭയങ്കര അഹങ്കാരമാണ് പട്ടി. എങ്ങനെ തോന്നിയടാ നിനക്ക് എന്നെ പേടിപ്പിക്കാൻ? എൻ്റെ പൊന്നു വൈച്ചു, ഈ പേടിപ്പിക്കാൻ നോക്കുന്നതിൻ്റെ മാസ്റ്റർ പ്ലാൻ നിന്റെ രുദ്രേട്ടനാ. കിച്ചൻ പറഞ്ഞതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് MR കലിപ്പൻ ഒറ്റ നോട്ടമായിരുന്നു. അപ്പോൾ തന്നെ ആള് ഓടി. എന്ന വൈച്ചുവിൽ നിന്നും നിനക്ക് മോചനമില്ലടാ കണ്ണാ. ഞാനും ഓടി. അയ്യോ വൈദു, അവൻ വെറുതെ പറയാ, ഞാൻ ഒന്നുമല്ല. ഓഹോ അങ്ങനെയാണോ? എന്നാ അവിടെ നിൽക്ക്. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് രുദ്രനെ പോയി പിടിച്ചുകൊണ്ട് തലങ്ങും വലങ്ങും അടിച്ചു. അയ്യോ ടി പെണ്ണെ, നിർത്ത്. മതി, സോറിടി, മതിയടി. എന്താ പറഞ്ഞേ? ജോണും ശിവയും കിച്ചനും പറ്റിച്ചതാണോ? എടാ ദുഷ്ട, നിങ്ങളുടെ പ്ലാൻ അല്ലായിരുന്നോ? ഞാൻ നിർത്താതെ രുദ്രേട്ടനെ നെഞ്ചിലടിച്ചു. ആഹാ സോറി, ഇനി വേണ്ട. പാവം ഞാൻ. പറ്റില്ല, എനിക്ക് സോറി വേണ്ട. പിന്നെ എന്താ വേണ്ടേ? രുദ്രേട്ടൻ നാണത്തോടെ ചോദിക്കുന്നത് കണ്ടതും എനിക്ക് ചിരി വന്നു. പിന്നെ ഞാൻ അത് മറച്ചു വീണ്ടും ദേഷ്യത്തോടെ സംസാരിച്ചു. അയ്യടാ എന്തൊരു നാണം. ഒരു 10 വട്ടം പുഷപ്പ് ഇട്. ആഹാ അത് തന്നെ, ഇട് മനുഷ്യ. ആഹാ ഓക്കെ ഇടാം. എന്നാ ഒരു കണ്ടീഷൻ. എന്ത്? അത് ഒക്കെ എന്തായാലും സമ്മതിച്ചു തരണം. പറ്റുമോ? എന്തോ ഉടായിപ്പാണല്ലോ. ഓക്കെ പറ. അപ്പോയാ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു പണി വരുന്നുണ്ട് വൈച്ചു എന്ന്. ആ ശരി, ഞാൻ പുഷപ്പ് ചെയ്യണമെങ്കിൽ അടിയിൽ നീ വേണം. എന്ത്? ഞാനോ? എന്തിന്? ഒറ്റക്കങ്ങ് ചെയ്താൽ പോരെ? ഞാൻ എന്തിനാ? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല പോരെ? ഓഹോ ശരി, 5 എണ്ണം ഒറ്റയ്ക്ക് ചെയ്യ്, എന്നിട്ട് ഞാൻ അടിയിൽ വരാം. എനിക്ക് കാണാനാ ശരിക്കും. ഒന്ന് മൂളിക്കൊണ്ട് ഞാൻ ഷർട്ടിൻ്റെ കൈ മടക്കി കയറ്റി അവളെ നോക്കി ഒന്ന് കണ്ണുറുക്കിക്കൊണ്ട് കൈ നിലത്ത് കൊത്തി കാലുകളും കുത്തിക്കൊണ്ടും ഉയർന്നും താഴ്ന്നും കൊണ്ടും പുഷപ്പ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഗെയ്സ് എണ്ണിക്കോ, 1 2 3 4 5. അവൾ പറഞ്ഞതും എല്ലാവരും എണ്ണാൻ തുടങ്ങി. 5 എണ്ണം കഴിഞ്ഞതും അടിയിൽ അവളും വന്നു കിടന്നു. പെണ്ണ് കണ്ണടച്ച് കിടക്കുകയാണ്. ഞാൻ പതിയെ അവളുടെ വന്നു മുത്തിയതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ആ കണ്ണുകൾ വിടർന്നതും എൻ്റെ പെണ്ണിനെ മുഖമായി ചുമന്നു തുടർത്തു. ചുറ്റും അവർ ഞങ്ങളെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ജോണും ശിവയും കിച്ചനും എന്നെ തന്നെ നോക്കി ചിരിച്ചു. ഓരോ തവണ താഴുമ്പോഴും എൻ്റെ ആദരങ്ങൾ അതിനെ ഇണയെ പുൽകി. പാറു, അച്ചു, ആവനി ഞങ്ങളെ തന്നെ നോക്കുന്നുണ്ട്. ഞാനത് ഒന്നും കാര്യമാക്കിയില്ല. അവളുടെ കണ്ണുകൾ ഓരോ തവണയും വികസിച്ചു. അവളുടെ പനനീർ ആദരങ്ങൾ എൻ്റെ ചുണ്ടിനാൽ തൊട്ടുണർന്നപ്പോൾ അവളുടെ കണ്ണുകൾ പിടക്കുന്നതും ചുണ്ടുകൾ വിറക്കുന്നതും ഞാൻ അറിഞ്ഞു. എനിക്ക് ഒരു ലഹരിയിൽ ലയിക്കും പോലെ തോന്നി ആ നിമിഷം. ചുറ്റുമുള്ളത് മറന്നുപോയി ഞങ്ങൾ. അവളുടെ മേൽ എൻ്റെ ഭാരം നിറച്ചുകൊണ്ട് അവളുടെ ദളങ്ങൾ നുകർന്നു. തേൻ കവരും ലാഘവത്തോടെ അവളുടെ തിരിച്ചും ചുംബിച്ച് അവളുടെ കൈകൾ എൻ്റെ പുറം മേനിയിൽ പുതുചിത്രം വരച്ചു. ഞാൻ പതിയെ അവളിൽ നിന്നും അടർന്നു മാറി സൈഡിലേക്ക് മലർന്നു കിടന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കിതച്ചു. മോനെ രുദ്ര, അവൾ എൻ്റെ നെഞ്ചിൽ തല വെച്ചുകൊണ്ട് വിളിച്ചു. എന്താടി? അല്ല, റൊമാൻസ് ഇത്തിരി കൂടുന്നില്ലേ മോനെ? രുദ്രേട്ടൻ്റെ നെഞ്ചിൽ തലോടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. സത്യത്തിൽ രുദ്രേട്ടൻ്റെ പ്രവൃത്തിയിൽ ഞാൻ ശരിക്കും ഞെട്ടി പണ്ടാരമടങ്ങി. എന്നാലും എന്ത് കിസ്സായിരുന്നു! എന്നാലും ആദ്യത്തെ കിസ് തന്നെ, അതും എല്ലാവരും മുന്നിൽ വെച്ച്. അച്ചു എന്ത് കരുതി കാണും? നാണം കെടുത്തിയില്ലേ മനുഷ്യ? ആദ്യത്തെയോ? അപ്പോൾ ബീച്ചിൽ വെച്ച് തന്നതോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ബെസ്റ്റ്. എങ്ങനെ അറിയും? അത്രയ്ക്കല്ലേ വായിൽ കമഴ്ത്തിയേ? ആശ്യ, ഓവറായിരുന്നോ? വൻ ഓവർ. എടാ പട്ടി, നീ എന്നെ റെപ്പ് ഒന്നും ചെയ്തല്ലല്ലോ. എൻ്റെ അടുത്തു നിന്നും എണീറ്റ് കൊണ്ട് കൈ രണ്ടും ഷോൾഡറിൽ വെച്ച് പറഞ്ഞു അവൾ. പെണ്ണെ, ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അത്രക്കാരനല്ലടി റോപ്പേ. എന്നാലും. എന്തെന്നാലും? ഒന്നുമില്ല. അതും പറഞ്ഞ് ഞാൻ രുദ്രേട്ടൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. എന്തോ എനിക്ക് അത്രക്കും
സ്നേഹം തോന്നി ആ മനുഷ്യനോട്. സത്യത്തിൽ എനിക്ക് അയാൾ ഇപ്പോൾ ഒരു ലഹരി തന്നെയാണ്.